ഒരാൾക്ക് എത്ര തവണ വോട്ട് ചെയ്യാൻ പറ്റും ഒരു തെരഞ്ഞെടുപ്പിൽ? എൻ ഡി എ മുന്നണിയിലാണെങ്കിൽ എത്ര വേണമെങ്കിലും ചെയ്യാമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ വോട്ട് ചെയ്തിറങ്ങിയതിനു പിന്നാലെ രണ്ട് കൈകളിലും മഷി പുരട്ടിയത് ഉയർത്തിക്കാട്ടി പുലിവാല് പിടിച്ച ഒരു NDA MP ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി MP ആയ ശാംഭവി ചൗധരിയാണ് പുതിയ വിവാദ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. വോട്ട് ചെയ്ത ബൂത്തിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ശാംഭവി വോട്ട് ചെയ്തുവെന്ന് കാണിക്കാൻ കൈ ഉയർത്തിക്കാട്ടിയതാണ് ശാംഭവിയെയും ഒപ്പം NDA മുന്നണിയെയും ആകെ ഏറിൽ കയറ്റിയിരിക്കുന്നത്. ശാംഭവിയുടെ രണ്ട് കൈവിരലുകളിലും മഷി അടയാളം കണ്ടതോടെ ശാംഭവി കള്ളവോട്ട് ചെയ്തുവെന്ന ആരോപണവുമായി പ്രതിപക്ഷവും മഹാസഖ്യവും രംഗത്തെത്തി. ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടിയുടെ സമസ്തിപൂരിൽ നിന്നുള്ള MP-യാണ് 27-കാരിയായ ശാംഭവി ചൗധരി. JDU നേതാവായ പിതാവ് അശോക് ചൗധരിക്കും മാതാവ് നീത ചൗധരിക്കും ഒപ്പമാണ് വ്യാഴാഴ്ച നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ശാംഭവി എത്തിയത്. വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത ശാംഭവി ക്യാമറകൾക്ക് മുന്നിൽ ആദ്യം ഉയർത്തിക്കാട്ടിയത് വലത് കൈയിലെ ചൂണ്ടുവിരലായിരുന്നു. ഈ വിരലിൽ മഷി പുരട്ടിയിട്ടുമുണ്ട്. ഉടൻ തന്നെ അബദ്ധം തിരിച്ചറിഞ്ഞ് ശാംഭവി വലത് കൈ താഴ്ത്തി ഇടത് കൈ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അവിടെയാണ് ശാംഭവിക്കും അബദ്ധം പറ്റിയത്. ശാംഭവിയുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരലിലും നീലമഷി പുരട്ടിയിട്ടുണ്ട്. ഇതോടെ ശാംഭവി 2 തവണ വോട്ട് ചെയ്തുവെന്നും കള്ളവോട്ട് ചെയ്തതാണ് എന്നും ആരോപണമുയർന്നു. ആദ്യം നീലമഷി പുരട്ടിയ വലത് കൈ ഉയർത്തിക്കാട്ടിയ ശേഷം മാതാപിതാക്കളെ നോക്കിയപ്പോഴാണ് ശാംഭവി അമളി തിരിച്ചറിഞ്ഞത്. അടുത്തു നിൽക്കുന്ന പിതാവിന്റെയും മാതാവിന്റെയും കൈകളിലേക്ക് നോക്കിയ ശാംഭവി ഉടൻ തന്നെ വലത് കൈ താഴ്ത്തി ഇടത് കൈ ഉയർത്തി കാണിക്കുകയായിരുന്നു. 2 കൈയിലെയും ചൂണ്ടുവിരലുകളിൽ മഷി കൂടി കണ്ടതോടെ ശാംഭവി വിവാദ നായികയാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഇതോടെ ശാംഭവി എത്ര തവണ വോട്ട് ചെയ്തു എന്ന ചോദ്യം ഉയർന്നു. 10 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് താഴെ വ്യാപകമായി ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ടാഗ് ചെയ്യുകയും വിശദീകരണം തേടുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ പ്രതികരണമോ വിശദീകരണമോ നൽകിയിട്ടില്ല. ലോക് ജനശക്തി പാർട്ടി നേതൃത്വവും NDA മുന്നണിയും ഈ വിവാദ വോട്ടിൽ പ്രതികരിക്കാനും തയ്യാറായില്ല. വൈറൽ വീഡിയോയ്ക്ക് പിന്നാലെ കള്ളവോട്ട് ചർച്ചയും വാദപ്രതിവാദങ്ങളും ഉയർന്നിട്ടുണ്ട്. മഹാസഖ്യത്തിലെ രാഷ്ട്രീയ ജനതാദൾ പാർട്ടി വക്താവ് കാഞ്ചന യാദവ് വീഡിയോ X-ൽ പങ്കുവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ടാഗ് ചെയ്തു. തട്ടിപ്പിന്റെ പുതിയ രീതിയാണ് ഇതെന്നാണ് കാഞ്ചന X-ൽ കുറിച്ചത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ആരാണ് ഇത് അന്വേഷിക്കുക? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമോ എന്നും കാഞ്ചന ചോദിച്ചു. സോഷ്യൽ മീഡിയയിലാകെ നെറ്റിസൺസ് ഈ വീഡിയോ പങ്കുവെക്കുന്നുണ്ട്. ചിലർ MP-യെ പരിഹസിക്കുമ്പോൾ മറ്റു ചിലർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കളിയാക്കുകയും കമ്മീഷനെ ടാഗ് ചെയ്ത് മറുപടി ആവശ്യപ്പെടുന്നുമുണ്ട്. MP-യുടെ മുഖഭാവത്തിലുണ്ട് എല്ലാം എന്നാണ് ചിലർ പറയുന്നത്. ക്യാമറയിൽ ഉള്ളതിൽ ഒരു ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നും ബാക്കി കൂടി ക്യാമറയിൽ ഉണ്ടാകുമെന്നും പറയുന്നവരുണ്ട്. മറ്റു ചിലരാകട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിക്കുകയാണ് ചെയ്തത്. കമ്മീഷന്റെ സുതാര്യതയും കാര്യക്ഷമതയും തീർച്ചയായും അഭിനന്ദിക്കപ്പെടേണ്ടതാണ് എന്നാണ് നെറ്റിസൺസിന്റെ പരിഹാസം. അതേസമയം ശാംഭവി തന്നെ ഈ വൈറൽ വീഡിയോയ്ക്ക് പിന്നാലെ വിശദീകരണവുമായി രംഗത്തെത്തി. തികച്ചും മാനുഷികമായ പിഴവാണ് സംഭവിച്ചത് എന്നാണ് ശാംഭവി ചൗധരിയുടെ വിശദീകരണം. പോളിംഗ് ഓഫീസർക്ക് സംഭവിച്ച പിഴവാണ് 2 വിരലിലും മഷി അടയാളം വരാൻ കാരണം. ബൂത്തിലിരുന്ന പോളിംഗ് ഓഫീസർ അബദ്ധത്തിൽ വലത് കൈവിരലിൽ മഷി പുരട്ടി. ഉടൻ പ്രിസൈഡിംഗ് ഓഫീസർ അബദ്ധം തിരിച്ചറിഞ്ഞ് ഇടത് കൈയിൽ രണ്ടാമതും പുരട്ടി. അതാണ് 2 കൈയിലും മഷി അടയാളം വരാൻ ഇടയായത് എന്നാണ് ശാംഭവിയുടെ ന്യായീകരണം. ഒരമ്മ പെറ്റ ഇരട്ടകളെ പോലെ പട്ന ജില്ലാ ഭരണകൂടവും ഇതേ ന്യായീകരണമാണ് വിവാദത്തിന് മറുപടിയായി ചമയ്ക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറുടെയും പോളിംഗ് ഓഫീസറുടെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടെന്നും ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നുണ്ട്. ബങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ 61 നമ്പർ പോളിംഗ് സ്റ്റേഷനായ ബുദ്ധ കോളനി സെന്റ് പോൾസ് പ്രൈമറി സ്കൂളിലായിരുന്നു ശാംഭവിക്ക് വോട്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാപകമായി കള്ളവോട്ടിന് BJP ശ്രമിക്കുന്നതായി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. വ്യാപകമായി കള്ളവോട്ടിനും വോട്ട് മോഷണത്തിനും BJPയും NDAയും ശ്രമിക്കുകയാണ് എന്നും അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണ് എന്നുമുള്ള കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ആരോപണങ്ങൾക്ക് വിശ്വാസ്യത പകരുന്നതാണ് ശാംഭവിയുടെ വീഡിയോ. ഒരു MP തന്നെ ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയധികം കള്ളവോട്ടുകൾ വേറെ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന ചോദ്യമാണ് കോൺഗ്രസും RJDയും അടങ്ങുന്ന മഹാസഖ്യം ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഈ MP പറഞ്ഞ വിശദീകരണത്തിന് ഒരു നല്ല പങ്കും
വിശ്വാസ്യതയുണ്ട്. കാരണം MP ആണ്, 2 തവണ അവർ വോട്ട് ചെയ്യാൻ പോകുമോ എന്നൊരു പ്രസക്തമായ ചോദ്യം കൂടി ഉയരുന്നുണ്ട്. MP ആളുകൾക്ക് പ്രത്യേകം തിരിച്ചറിയാൻ കഴിയും, ആളുകൾക്ക് മനസ്സിലാകും. ഒരു പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്ത ശേഷം വീണ്ടും മറ്റിടത്ത് പോയി വോട്ട് ചെയ്യാൻ അവർ തയ്യാറാകുമോ എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് MP വിശദീകരണത്തിന് അല്പം കൂടി പ്രസക്തിയും ലഭിക്കുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് ബീഹാറിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് നടന്നത്. 1ാം ഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 64.46% പോളിംഗ്. 30 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്.